നമസ്കാരം. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവും 15,000 രൂപ പിഴയും. സൂറത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. IPC 499 500 വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. തുടർന്ന് ജാമ്യം അനുവദിച്ച കോടതി അപ്പീൽ നൽകാൻ 30 ദിവസത്തേക്ക് ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുകയും ചെയ്തു. 2 വർഷത്തെ ശിക്ഷ ശരിവെച്ചാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ നിന്ന് അയോഗ്യനാകും. അപൂർവമായ ഒരു കോടതി വിധിക്ക് മുന്നിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ മുഖമായ നേതാവ് നിൽക്കുന്നത്. നിയമവഴികൾ രാഹുലിന് മുന്നിലുണ്ട്. പക്ഷേ എന്തും സംഭവിക്കാമെന്ന സാധ്യതയും ഒപ്പമുണ്ട്. എന്തു വന്നാലും പിന്നോട്ടില്ല എന്നാണ് രാഹുലും കോൺഗ്രസും പറയുന്നത്. ഇതുതന്നെയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPയും പറയുന്നത്. ഇനി എന്താവും? ഇതാണ് ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാവ് അനിൽ ബോസ്, BJPയിൽ നിന്നും P. കൃഷ്ണദാസ്, സുപ്രീം കോടതി അഭിഭാഷകനും നിയമവിദഗ്ധനുമായ ജെയ്മോൻ ആൻഡ്രൂസ്. ആദ്യം തന്നെ ഈ വിധിയുടെ നിയമവശത്തെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. സുപ്രീം കോടതി അഭിഭാഷകൻ ജെയ്മോൻ ആൻഡ്രൂസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, ഇങ്ങനെ ഒരു വിധി സാധാരണഗതിയിൽ നമ്മളങ്ങനെ പെട്ടെന്നൊരു കേട്ടുകേൾവിയില്ല. ഇനി അപൂർവമായി മറ്റാരെങ്കിലും ഇത്തരത്തിലൊരു വിധി ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷേ അപൂർവമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് രാഹുലിന്റെ മുന്നിലുള്ള നിയമ വഴികൾ? തീർച്ചയായും ഇത്തരം ഒരു ഡിഫമേഷൻ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ ഒരു രാഷ്ട്രീയ നേതാവിന് നൽകുന്ന ഒരു സമയത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പരമാവധി ശിക്ഷയായിട്ടുള്ള 2 വർഷം തടവ് ഇത്തരം ഒരു ക്ലാസ് ഡിഫമേഷൻ പോലുള്ള എന്ന് പറയാവുന്ന വേണമെങ്കിൽ അതുണ്ടെങ്കിൽ അത് ഞാൻ അതുണ്ടെന്നല്ല, പക്ഷെ അവരുടെ വാദം തന്നെ അങ്ങനെയാണോ? അത്തരം ഒരു കേസിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗത്തിലുള്ള ഒരു വാചകത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു വലിയ ഇത്തര പരമാവധി ശിക്ഷ നൽകുന്ന ഒരു വിധി ഉണ്ടാകുന്നത് ഒന്നും എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതിനു മുമ്പ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സൂറത്തിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഗാന്ധി IPC 400 അതിന് 500 വകുപ്പ് പ്രകാരമുള്ള പരമാവധി ശിക്ഷയായ 2 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തതാണ്. ഇപ്പോ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സെന്റൻസ്, അതായത് ശിക്ഷ നടപ്പാക്കുന്നത്, ജയിലിൽ പോകുന്നത് താൽക്കാലികമായി അത് നിയമപ്രകാരം തന്നെയുള്ള നടപടിയാണ്. ഇതിനിടയിൽ ഒരു ചെറിയ സംശയം കൂടി, ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ ഒരു കുറ്റത്തിന്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ആ കുറ്റത്തിന്റെ തീവ്രത അളന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ കുറ്റം അത്രത്തോളം ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റം അത്രത്തോളം ഗൗരവമുള്ള കുറ്റമായി മാറുമ്പോൾ മാത്രമല്ലേ പരമാവധി ശിക്ഷ നൽകുക? തീർച്ചയായും പരമാവധി ശിക്ഷ നൽകുന്ന കുറ്റകൃത്യങ്ങൾ ആയിട്ടാണ് പരമാവധി ശിക്ഷ എല്ലാ കേസുകളിലും നൽകുന്നത്. കൊടുക്കാറുള്ള സന്ദർഭങ്ങളുണ്ട്. അത്രയധികം അത്രയധികം അതിന്റെ ആ ഒഫൻസിന്റെ അത്രയും സീരിയസ്നെസ് കൂടുന്ന സമയങ്ങളിൽ ചില സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കാര്യത്തിൽ ഒരിക്കലും ഇത്തരം ശിക്ഷ, സാധാരണ ഇത് ഫൈൻ അടയ്ക്കുകയോ അല്ലെങ്കിൽ 2 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ 2 കൂടിയോ എന്നുള്ളതാണ് നിയമപ്രകാരം ഉള്ളത്. സാധാരണഗതിയിൽ ഫൈൻ അടയ്ക്കാം, 1 ദിവസം തടവ് കൊടുക്കാം, അങ്ങനെയുള്ള പലതുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായി 2 വർഷം പരമാവധി തടവ് എന്ന് പറയുന്നത് ഇതിനുള്ളൊരു എഫക്ട് നമുക്കെല്ലാം അറിയാം. അതാണ് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ലോക്സഭ ലില്ലി തോമസ് കേസിലെ വിധിക്ക് ശേഷം മറ്റേ 2 വർഷത്തിലധികമുള്ള 2 വർഷം വരെയുള്ള മുതലുള്ള ശിക്ഷ നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇനി ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇനി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഉള്ള നടപടിക്രമങ്ങൾക്ക് നീങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിനെതിരായിട്ട് ജില്ലാ കോടതിയും, പ്രത്യേകിച്ചുള്ള ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും അപ്പീലിൽ ശിക്ഷയും ശിക്ഷാവിധിയും സ്റ്റേ ചെയ്ത് വാങ്ങുക എന്നുള്ള വലിയൊരു കടമ്പയാണുള്ളത്. ശിക്ഷാവിധി, അതായത് ശിക്ഷ നടപ്പാക്കൽ, സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് നിലയിൽ അത് നടപ്പാക്കി കിട്ടും. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലുള്ള മറ്റൊരു കടമ്പ എന്ന് പറയുന്നത് വിധിന്യായം സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ അടുത്ത കാലത്ത് ലക്ഷദ്വീപ് എംപിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ നമ്മൾ കണ്ടു 15ഓളം കേസുകൾ ഇത്തരത്തിൽ. ഞാൻ ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോ
ഏതാണ്ട് ഈ നിയമം വന്ന ഇത്ര കാലഘട്ടങ്ങളിലായി ലോക്സഭാംഗങ്ങളുടെയും വിവിധ സംസ്ഥാന നിയമസഭാംഗങ്ങളുടെയും ശ്രീ ജയമോഹൻ ആൻഡ്രൂസിന്റെ സൂം ബന്ധത്തിൽ ചില ചെറിയ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് അല്പസമയത്തുള്ളിൽ തന്നെ പരിഹരിക്കാം. എന്തായാലും BJP നേതാവ് P. കൃഷ്ണദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തന്നെയാണോ BJPയുടെ തീരുമാനം? അല്ല, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ആവശ്യം ഈ കാര്യത്തിനകത്തില്ല. കാരണം അദ്ദേഹം തന്നെ ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വിധിയാണിത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ. അദ്ദേഹം AICCയുടെ അധ്യക്ഷനായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു ദേശീയ അധ്യക്ഷനായിരുന്ന ഒരാൾ അദ്ദേഹം പാലിക്കേണ്ട ചില രാഷ്ട്രീയപരമായിട്ടുള്ള മര്യാദകളുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും ഒരു മിതത്വം പാലിക്കേണ്ട സാഹചര്യം ഒരു ദേശീയ അധ്യക്ഷനായിരുന്ന ആളെ പോലെയുള്ള ആളുകൾ കാണിക്കേണ്ടതാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു പക്വത അദ്ദേഹത്തിൽ നിന്ന് ആ സമയത്ത് കണ്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാഥാർത്ഥ്യം. മറ്റൊന്ന്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത്, ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള പേര് തന്നെ സൂചിപ്പിക്കുന്നത്, അദ്ദേഹം അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിട്ടുള്ളത് അദ്ദേഹം ഒരു പേരിനെ സൂചിപ്പിച്ചുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് ആ പേരുപയോഗിക്കുന്ന എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേസമയം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പേരിനെ നമുക്കൊന്നെടുത്ത് പരിശോധിക്കാം. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഗാന്ധി എന്നുള്ള പേര് വരാനുള്ള സാഹചര്യം ഉണ്ടായത്? അദ്ദേഹത്തിന്റെ കുടുംബ പേരെന്താണ് ശരിക്കും പറഞ്ഞാൽ? അപ്പൊ ഗാന്ധി എന്നുള്ള പേര് കാലങ്ങളായി രാഹുൽ ഗാന്ധിയുടെ പേരിന്റെ ഒപ്പം ഉപയോഗിക്കുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസിന്റെ കാലങ്ങളായി അവർ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ആരാധനായിട്ടുള്ള രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പേര് നെഹ്റു കുടുംബത്തിലെ എല്ലാവരുടെയും കൂടെ ചേർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രത്തിന്റെ പിന്നിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇന്ദിരാഗാന്ധിയുടെ പേരിന്റെ കൂടെയുണ്ട്, രാജീവ് ഗാന്ധിയുടെ പേരിന്റെ കൂടെയുണ്ട്, സോണിയാഗാന്ധിയുടെ പേരിന്റെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ ഗാന്ധി പേര് വന്നതെന്നൊക്കെ രാജ്യം ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതിന്റെയൊക്കെ മറുപടി എനിക്കും നിങ്ങൾക്കും എല്ലാം കൃത്യമായി അറിയാവുന്നതാണ്. കോൺഗ്രസ് തന്നെയും അല്ലാതെയും ഒക്കെ പറഞ്ഞാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് എന്തായാലും വരാം. അല്ല, ഈ വിഷയത്തിലേക്ക് വന്നാൽ ശ്രീ കിരൺ, എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അറിവില്ലാത്തൊരു കാര്യം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമില്ലാത്തൊരു കാര്യം ജനറലൈസ് ചെയ്തുകൊണ്ട് രാജ്യത്തെ എല്ലാ ആളുകളും, ആ പേരിലുള്ള മുഴുവൻ ആളുകളും കള്ളന്മാരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് നടത്തി എന്നുള്ളത് കോടതി ഇപ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ സ്വാഭാവികമായും അദ്ദേഹം ശിക്ഷക്ക് അർഹനാണ് എന്ന് കണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കോടതിയുടെ മുന്നിൽ നിരത്തപ്പെട്ടിട്ടുള്ള തെളിവുകളും വാദങ്ങളും, അദ്ദേഹത്തിന് വേണ്ടി സീനിയറായിട്ടുള്ള അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ, അതെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് ആ കുറ്റത്തിന് 499 500 വകുപ്പുകൾ IPC പ്രകാരമുള്ള വകുപ്പുകൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ, നേരത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷക്ക് അർഹനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്ക് എന്താ വിലയിരുത്താൻ കഴിയുക? ഇതിന് ഏതെങ്കിലും രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയുടെ ആവശ്യമുണ്ടോ? ഇതൊരു കോടതിയുടെ കണ്ടെത്തലാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ്, അങ്ങനെ ആരോപണം ഉന്നയിച്ചത് ശരിയല്ല എന്ന് കണ്ടെത്തി അതിൽ അപമാനകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ലേ? വസ്തുതാപരമായിട്ടുള്ള കാര്യത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായി കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ BJPക്ക് എന്തെങ്കിലും കേസ് നൽകിയത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഗുജറാത്തിലെ മുൻ മന്ത്രിയും BJPയുടെ ഇപ്പോഴത്തെ ഗുജറാത്തിലെ MLA ആയിരിക്കുന്ന ആളാണ് കേസ് നൽകിയിരിക്കുന്നത്. BJP നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു കേസ് നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ പരാമർശവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശവും എല്ലാം പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ രാഹുലിന്റെ പരാമർശവും നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിലൊക്കെ ഇത്ര വലിയൊരു കേസിലേക്ക് കൊണ്ടുപോകാൻ തക്ക ഗൗരവമുണ്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരാളെ കേസിൽ കുടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്പം കടന്ന കൈയല്ലേ? അല്ല, ഇതിൽ കേസിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വയം പോയി കുടുങ്ങുന്ന ഒരാളോട് എന്ത് കൊടുക്കാനാണ് നമുക്ക്? ഒരാൾ സ്വയം കുടുങ്ങുകയാണ്, ഞാൻ രാജ്യത്തെ എല്ലാ മോഡിമാരും കള്ളന്മാരാണ് എന്ന് പറയാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഏതെങ്കിലും പേരുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരിൽ വരുന്ന മുഴുവൻ ആളുകളും രാജ്യത്തെ ക്രിമിനലുകളാണ്, കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന അത്രയും വലിയ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇത്രയും വിശാലമായ
വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ മറ്റാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഈ തരത്തിലൊരു വിധി കോടതിയിൽ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതാ ഞാൻ സൂചിപ്പിച്ചത്, ഇത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു ശിക്ഷയാണ്. ആ ചോദിച്ചു വാങ്ങിയിട്ടുള്ള ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള കാര്യം നേരത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീൽ വരുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സെന്റൻസ് സസ്പെൻഡ് ചെയ്യുകയോ അതുപോലെ തന്നെ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ കേസ് കൊടുത്തത് ആരാണ് എന്നുള്ളതിന് പ്രസക്തിയില്ല. ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം അത് സ്വാഭാവികമായും നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ കോടതികളുടെ വിവക്ഷക്കകത്ത് നിന്നുകൊണ്ട് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ ശിക്ഷയെ സംബന്ധിക്കുന്ന വിധിയും കേട്ടതിന് ശേഷം ഒരു ചെറിയ സംശയം കൂടി താങ്കളോട് ചോദിച്ചോളട്ടെ. താങ്കൾ പറഞ്ഞ വാദമനുസരിച്ചാണെങ്കിൽ സമാനമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്രയോ തീവ്രമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്. പല പരാമർശങ്ങളും വലിയ വിവാദങ്ങളൊക്കെ ആയതാണ്. ഇങ്ങനെ ഒരു സമാനമായ സംഭവത്തിൽ ഇത്തരത്തിലേക്ക് 2 വർഷമൊക്കെ തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു വിധി താങ്കളുടെ ഓർമ്മയിൽ ഏതെങ്കിലും ഉണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് കേസ് നടത്തി അതിൽ പ്രതിയായിട്ടുള്ള ആൾ ആര് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിൽ ഒരു കേസ് നടത്തി അതിന്റെ തെളിവിലേക്ക് വന്ന് തെളിവെടുത്ത് അതൊരു ശിക്ഷയുടെ രൂപത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ചരിത്രത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് വരുമ്പോൾ അത് സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്, അതിലെങ്കിലും മോശക്കേടുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ അതിൽ സധൈര്യം മുന്നോട്ട് വരുന്നു, കേസുമായി മുന്നോട്ട് പോകുന്നു, അതിന്റെ തെളിവുകളുമായി മുന്നോട്ട് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വാദപ്രതിവാദങ്ങൾ കോടതിക്കകത്ത് നടന്നു. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇനി അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ തെളിവുകൾ ഏതെല്ലാമാണ് കോടതി പരിശോധിച്ചിട്ടുള്ളത്, ഏതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തിയിട്ടുള്ളത് എന്ന് വരുമ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി ഗൌരവം അതിനുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ, അതല്ലെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കേസുകളിൽ നേരത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ശിക്ഷ ഇത്രയും കടുത്തതാകണമെന്നില്ല. അപ്പൊ കടുത്ത പരാമർശങ്ങൾ നടത്തിയതിന് കടുത്ത രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ശിക്ഷയുടെ പരമാവധി ശിക്ഷ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് കോടതിക്ക് എത്തിപ്പെടാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ കേസിലുണ്ടായി. അതിൽ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വസ്തുതകൾ മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനാകാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമുന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഈ തരത്തിൽ അപഹാസ്യമാകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് ഭാവിയിലെങ്കിലും ആലോചിക്കാൻ ഇതൊരു ഒരു മാർഗരേഖയായി മാറും എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ മനസ്സിലാക്കാൻ. ശരി, ഏതായാലും താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിൽ രാഷ്ട്രീയ വിരോധമൊന്നുമില്ല. ഇത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയുടെ നിയമവശങ്ങൾ മാത്രമാണ്. അതിൽ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി ഒന്നും BJPക്ക് ഇല്ല എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും നമുക്ക് ജെയ്മോൻ ആൻഡ്രൂസ് തുടരുന്നുണ്ട്. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, നേരത്തെ ചോദിച്ച ഉത്തരം താങ്കൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നിലുള്ള നിയമ വഴികൾ എത്രത്തോളം കഠിനമാണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേട്ടോന്നറിയില്ല. അദ്ദേഹത്തിന് ഇനി വേണ്ടത് സൂററ്റിലെ ജില്ലാ കോടതിയെ സമീപിക്കുകയാണ് അപ്പീലായിട്ട്. ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ 30 ദിവസം വരെ സമയമുണ്ട്. പക്ഷെ 30 ദിവസം കാത്തു നിൽക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് നിൽക്കാൻ സാധ്യതയില്ല. അവിടെ പോയി ഈ വിധിയും വിധിന്യായവും, മീൻസ് ശിക്ഷയും വിധിയും സ്റ്റേ വാങ്ങുക, ശിക്ഷ സസ്പെൻഡ് ചെയ്ത് വാങ്ങുക, അതുപോലെ വിധി സ്റ്റേ ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ്. അത് കോടതി അതിന്റെ മെറിറ്റിൽ പരിശോധിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. സാമാന്യമായ ഒരു കാര്യത്തിൽ നമുക്കറിയാം, ഏറ്റവും അടുത്ത് നമുക്ക് മുമ്പ് ലക്ഷദ്വീപ് MP-യുടെ കേസാണ് ഉള്ളത്. ലക്ഷദ്വീപ് MP അതുമായി ബന്ധപ്പെട്ട ഒരു സൈഡിൽ കൂടെ ശിക്ഷ വന്ന സ്ഥിതി, പിറ്റേത് അദ്ദേഹത്തെ അന്ന് തന്നെ ഹെലികോപ്റ്ററിൽ ജയിലിലേക്ക് മാറ്റുന്നു. ഉടനെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ കോടതി നടപടികൾ നടക്കുന്നതിന് മുമ്പായി തന്നെ ിലേക്കുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷന് ഇന്റിമേഷൻ പോകുന്നു. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് വേക്കന്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് തുടങ്ങുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ഹൈക്കോടതി അത് ആ വിധി സ്റ്റേ ചെയ്യുന്ന അവസരമുണ്ട്. ആ വിധി തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള അത് ഒരു വലിയൊരു ക്രിമിനൽ കേസാണ്. അത് 307 വകുപ്പ് പ്രകാരമുള്ള ഒരു കേസായി. അതായത് ഒരു ക്രിമിനൽ, ഡയറക്റ്റ് ആയിട്ട് ഒരു ക്രിമിനൽ ആക്ട്. ഇതൊരു സിവിൽ നേച്ചറുള്ള ഡിഫമേഷൻ, ക്രിമിനൽ ഡിഫമേഷൻ ആണ് എന്നതെങ്കിലും ഒരു എന്താണ് ഗൗരവമായ കുറ്റകൃത്യത്തിന്റെ നമ്മൾ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന്റെ ഭാഷയിൽ പറയുന്ന അത്ര ഉള്ള മറ്റേ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവമുള്ള സ്വഭാവമുള്ള കേസല്ല. അതിൽ തന്നെ ഈ കേസിൽ ഒരു ക്ലാസ് ഡിഫമേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഞ്ചുറി
ഈ പറയുന്ന ഈ പരാതിക്കാരനായ ആൾ കൊണ്ടോ എന്നോ ഒക്കെ ഉള്ളതിനെ കുറിച്ചുള്ള നിയമവൃത്തങ്ങൾ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് പറയുന്നത് എന്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കള്ളന്മാർക്കൊക്കെ മോഡി എന്ന സർനെയിം വരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാ മോഡിമാരും കള്ളന്മാരാണ്, അത് കള്ളന്മാരായ മോഡിമാരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും അല്ലാത്ത സാധാരണക്കാരനായ ഒന്നും അല്ലാത്ത ഒരു എന്താ പറയുന്നത് ഒരു മോഡി എന്ന സർനെയിം ഉള്ള ഒരാൾക്ക് അതിൽ ഡിഫൈംഡ് ആകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലീഗൽ ഡിബേറ്റ് ഉണ്ട്. ഇപ്പൊ ബ്രിട്ടീഷുകാർ എല്ലാവരും ചൂഷകരാണ് എന്ന് നമ്മൾ സാധാരണ ചൂഷകരായ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഒരു ഫാക്ടറി തൊഴിലാളി, അവിടുത്തെ ഒരു സാധാരണക്കാരൻ, അവൻ ഇന്ത്യക്കാരനെ ഒന്നും പോയി ചൂഷണം ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഡിഫൈംഡ് ആയി എന്നുള്ള നിലയിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കലൊക്കെ സാധാരണ ഗതിയിലുള്ളതാണ്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ആ വാചകം ഒഴിവാക്കാമായിരുന്നോ വേണ്ടിയോ എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശത്തെ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പൊളിറ്റിക്കൽ ഡിസ്കഷനാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്നുള്ളത് ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ജില്ലാ കോടതിയിലെ വിധി സ്റ്റേ ചെയ്ത് വാങ്ങുകയാണ്. വിധി സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ വിധി സ്റ്റേ ചെയ്യാൻ മടിക്കുന്ന ഉത്തരവിനെതിരെ അഥവാ ജില്ലാ കോടതി ചെയ്തിട്ടില്ലെങ്കിൽ ആ വിധി ചെയ്യാതിരിക്കുന്ന വിധി സ്റ്റേ ചെയ്യുന്നത് റിജക്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവിനെതിരെ ഹൈക്കോടതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അങ്ങനെയുള്ള നിയമവഴികൾ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് കിട്ടുന്ന എന്റെ ഒരു വിശ്വാസം അനുസരിച്ച് രാഹുൽ ഗാന്ധി ഏറ്റവും അടുത്ത ദിവസം നാളെയോ മറ്റന്നാളോ തന്നെ ജില്ലാ കോടതിയിൽ ഈ കേസിന്റെ അപ്പീലുമായി പോകും. അത് ഏറ്റവും അടുത്ത ദിവസം പരിഗണനയ്ക്ക് വരും. അവിടെ സാധാരണ ബുദ്ധിയിൽ ഒരു അഭിഭാഷകന്റെ ഒരു പരിചയവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വിധി സ്റ്റേ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, എന്തായാലും കോൺഗ്രസ് പ്രതിനിധി അനിൽ ബോസ് കൂടി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ അനിൽ ബോസ്, ബി.ജെ.പിക്ക് വളരെ കൃത്യമായി പറയുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ മനഃപൂർവ്വം പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി, അല്ലാതെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല. വിവരങ്ങൾ കൃത്യമായി അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പമാണിത്. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടി രാഹുൽ ഗാന്ധി ക്ഷണിച്ചു വരുത്തിയതാണ് എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം? ഒന്ന്, കിരൺ ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിലും താങ്കൾ മാധ്യമ പ്രവർത്തനം നടത്തുക. എനിക്ക് തോന്നുന്നത് ഈ കാലയളവിൽ താങ്കൾ ഡൽഹിയിലായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. 2019 അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ, അദ്ദേഹം മാത്രമല്ല ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട എല്ലാ നേതാക്കളും നടത്തിയ പ്രസംഗത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ചില പേരുകൾ ഞാൻ പറയാം. ലളിത് മോഡി, നീരവ് മോഡി. എന്തുകൊണ്ടാണ് ഈ പേരുകൾ നമുക്ക് പരാമർശിക്കേണ്ടി വന്നത്? റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ പരാമർശിക്കാതെ പോകാൻ കഴിയുമോ? അപ്പൊ ഈ മോഡിമാരെല്ലാം കുഴപ്പക്കാരാണോ എന്നൊന്ന് ചോദിച്ചാൽ, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ ഈ പേരുകാരെല്ലാം കുഴപ്പക്കാരാണ്. അതിൽ മജോറിറ്റി പേരുകാരും കള്ളപ്പണവും കള്ളക്കടത്തും കൊള്ളയും നടത്തി നാട് വിട്ടുവന്ന് രാജ്യത്തിന് വിലപ്പെട്ട സമ്പത്തുമായി നാട് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്തരമൊരു സന്ദർഭത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ക്രിയാത്മകമായ വിമർശനം എന്നുള്ള നിലയിൽ മോഡിമാരെല്ലാം കുഴപ്പക്കാരാണോ, മോശക്കാരാണോ? ഈ പേരുകാരെല്ലാം ഒന്നിനൊന്നിന് അപകടത്തിൽ പെടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആ ആക്ഷേപത്തിന് വിധേയമാകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ രാഷ്ട്രീയ വിമർശനമല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? ഇതിപ്പോ ഗുജറാത്തിലെ കോടതി വിധിയൊന്നും ഞങ്ങൾ വലിയ ബഹുമാനമൊന്നും കൊടുക്കുന്നില്ല. ആ വിധിക്കൊന്നും ഒരു അത്ഭുതവും ഇല്ല. ആസാമിൽ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടില്ലേ ഗുജറാത്തിലെ MLA ആയ ജിഗ്നേഷ് മെവാനിക്കെതിരെ കേസെടുക്കാൻ ആസാമിൽ നിന്ന് പോലീസ് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ എത്ര നേതാക്കൾക്കെതിരെ. അതിന് ചില കേന്ദ്രങ്ങളുണ്ട്. ഇവര് പറഞ്ഞാൽ ഇവരുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും ചെയ്യുന്ന കോടതികളുണ്ട്, ഇവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ചെയ്യട്ടെ എന്ന്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന സകല തിന്മയുടെയും മൂർത്തിഭാവമായി ഇവർ മാറട്ടെ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഗാന്ധിജിയെ കൊല്ലാൻ നിങ്ങളുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ മണ്ണിൽ രക്തം നൽകിയിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷെ ഇല്ലാതാക്കാൻ കഴിയില്ല. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇല്ലാതാക്കാൻ കഴിയാത്തത്? ഈ രാജ്യം ആഗ്രഹിക്കുന്ന ശരിയുടെ പക്ഷത്താണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്, സത്യത്തിന്റെ പക്ഷത്താണ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാവും. ആ വാ മൂടിക്കെട്ടാൻ നിങ്ങൾക്കറിയാമല്ലോ. പാർലമെന്റിനകത്ത് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഭരണ കക്ഷി സമരം ചെയ്ത് പാർലമെന്റ് മുടക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത്? രാഹുൽ ഗാന്ധി എന്തിനാണ് ഭയക്കുന്നത്? അദ്ദേഹം 545 MP ഒരു MP മാത്രമല്ലേ? ഇനി പ്രസംഗമോ ഭാഷാ പ്രയോഗമോ 543 MP മാത്രമാണോ രാഹുൽ ഗാന്ധി?
രാജ്യവിരുദ്ധ പ്രസംഗം നടത്തിയ വേറെ ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? ഇന്ത്യയിൽ ജനിച്ചത് പൂർവ്വജന്മ പാപമാണ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? അതിനെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അപ്പം അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിലെ കോടതിയിൽ BJPയുടെ ഒരു MLA നടത്തുന്ന കേസിൽ എന്താവും വിധി എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി കോടതി വിളിക്കുമ്പോൾ അവിടെ ഹാജരാകുന്നതും എല്ലാ സമയത്തും ഇവിടെ എത്തിച്ചേരുന്നതും. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന്. BJP സിസ്റ്റത്തെ, ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ED മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് മാത്രമല്ല, CBI, NIA, കോടതിയെ, ഇതിനെയൊക്കെ എങ്ങനെയാണ് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കാരണം ജസ്റ്റിസുമാർ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? ജസ്റ്റിസുമാരെ കുറ്റം പറയാൻ കഴിയുമോ കിരൺ? ജസ്റ്റിസ് ലോയറുടെ അനുഭവം നമുക്കറിയാമല്ലോ. അമിത്ഷായ്ക്കെതിരെ വിധി പറഞ്ഞു എന്നതിന്റെ പേരിൽ ലോറി കയറ്റിയല്ലേ കൊന്നത് ഈ കാട്ടാളന്മാർ. വിശ്വസിക്കാൻ കഴിയുമോ? അപ്പൊ കീഴ്ക്കോടതിയിൽപ്പെട്ട ആളുകൾ ഭയന്നിട്ടുണ്ടാവും. ജീവഭയം കൊണ്ടാവാം, രാഷ്ട്രീയ പ്രേരണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വിധി എഴുത്തായിക്കൂടായിക്കൊണ്ടോ? അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ അതിൻ്റെതായ വഴിയിൽ നോക്കാൻ വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. ജനകീയ പ്രതിരോധം തീർക്കാൻ വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. രാഹുൽ ഗാന്ധിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ഒരുത്തന്റെ ചീട്ട് വേണ്ട ഞങ്ങൾക്ക്, ഒരുത്തന്റെ ചീട്ട് വേണ്ട, ഒരു സംഘപരിവാരക്കാരന്റെ ചീട്ട് വേണ്ട. ഇതൊന്നും കൊണ്ട് ഞങ്ങൾ ഭയക്കുന്നവരുമല്ല, ഞങ്ങൾക്ക് ഭയപ്പാടുമല്ല. ഭയമുള്ളവരാണ് വാ മൂടിക്കേട്ടാൻ ശ്രമിക്കുന്നത്, കേസെടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാശ്മീരിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. എന്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നൊരാളാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗവും കേട്ടൊരാളാണ്. അതിൽ കാശ്മീരിൽ അദ്ദേഹം പറഞ്ഞു, ചില സ്ത്രീകൾ എന്നെ കാണാൻ വന്നു. ആ കാണാൻ വന്നവരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ വേദനകൾ പങ്കുവച്ചു. അത് പറഞ്ഞു എന്നതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസ് ഓടിക്കയറാണ്. കാണുന്നില്ല നിങ്ങൾ? രാഹുൽ ഗാന്ധി വിളിച്ചോടിയില്ലല്ലോ. രാഹുൽ ഗാന്ധി ആ പോലീസ് വന്ന് അവരുടെ മുൻപാകെ കാറിൽ സിംഗിൾ ഡ്രൈവ് ചെയ്ത് കടന്നുപോയത് ഒരു ഡ്രൈവർ സഹായമില്ലാതെ നേരിട്ട് പൊതുനിരത്തിലൂടെ ഫ്രീ ബേഡിനെ പോലെ വണ്ടി ഓടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ഭയക്കുന്നവരല്ല. ഭയം എന്ന് പറയുന്നത് ഭയക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ കിരണേ? ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം കണ്ട സ്വന്തം പിതാവിന്റെ ശരീരത്തിന്റെ 1 ഇഞ്ച് മാംസകഷ്ണം പോലും കാണാൻ കഴിയാതെ പോയൊരു മകന് ഭയമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ? അങ്ങനെ ഒരാളെ പേടിപ്പിക്കാമെന്ന് നരേന്ദ്രമോദിയോ BJPയോ അമിത്ഷായോ RSSോ ശ്രമിച്ചാൽ അതങ്ങ് ചുരുട്ടി കൊണ്ടുവച്ചിരുന്നാൽ മതി എന്നാണ് നാടൻ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ BJPയുടെ അടക്കം മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരും. കോടതിയുടെ നിരീക്ഷണം സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട്, അതായത് ഇതിൻ്റെ ഈ കേസിൻ്റെ അന്തിമ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാകൂ. എന്തായാലും 499, 500 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കുറ്റം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം കുറ്റകരമാണ് എന്ന് ഇപ്പോൾ കോടതി എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2019 ഈ മാനനഷ്ട കേസിൽ ഈ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കർണാടകയിലെ കോലാറിൽ വെച്ച് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കുറ്റക്കാരനെന്ന് കോടതി ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. മാനനഷ്ട കേസിൽ സൂറത്ത് സ്പെഷ്യൽ ഡിബേറ്റ് തുടരുകയാണ്. രാഹുൽ അയോഗ്യതയിലേക്കോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. BJP നേതാവ് P. കൃഷ്ണദാസ് ആണ് ചേരുന്നത്. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ നേരത്തെ അനിൽ ബോസ് പറഞ്ഞത് കേട്ട് കാണുമല്ലോ. രാഹുൽ ഗാന്ധി കാശ്മീരിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിലടക്കം രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയക്കുന്നു. രാഹുൽ ഗാന്ധിയെ എവിടെയെല്ലാം ആക്രമിക്കാമോ അവിടെയെല്ലാം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും അനിൽ ബോസ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ BJPക്ക് ഭയമുണ്ടോ? രാജ്യത്തെ ഏറ്റവും വലിയ തമാശയാണിത്. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ എങ്ങനെ കേസ് വന്നു, ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എന്തിനു ഭയക്കണമെന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി ചെയ്യാൻ കഴിയുമെന്നാണോ? കന്യാകുമാരി മുതൽ കാശ്മീരം വരെ യാത്ര നടത്തി, എവിടെയെങ്കിലും പ്രശ്നമുണ്ടായോ? കാശ്മീരിൽ എന്താ പോകാൻ സാഹചര്യമുണ്ടായത്? നിങ്ങൾ 2001, 2002 കാലഘട്ടങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ
BJP അവിടെ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭമായി പോകാനുള്ള സാഹചര്യം ഉണ്ടായത് കാശ്മീരിലാണ് സഹോദര. ഏത് കാലഘട്ടത്തിലായിരുന്നു അത്? എന്തായിരുന്നു അതിനുള്ള രാഷ്ട്രീയ അടിസ്ഥാനം? കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ കഴിയാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി സമാധാനപരമായി യാത്രയുമായി പോകാനുള്ള സാഹചര്യം മോഡി സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോ മോഡിക്ക് രാഹുൽ ഗാന്ധിയെ പേടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളും സാധാരണക്കാരും വിശ്വസിക്കും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് എന്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസ് അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും വീരകൃത്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണോ? ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സമരം ചെയ്തതിന്റെ പേരിലാണോ? രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിയതിന്റെ പേരിലാണോ? വേണ്ട. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ യാത്രയിൽ, അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രയിൽ ഈ സർക്കാരിനെതിരായി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കാനോ അത് ഗൌരവത്തിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യിപ്പിക്കാനോ ആ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്നുള്ളത് അവർ തന്നെ ആലോചിച്ചാൽ നന്നാകും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഹിമാചൽ പ്രദേശിൽ മാറി മാറി വരുന്ന സർക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വിജയമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞോ? രാഷ്ട്രീയ വിജയമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞോ? അപ്പൊ ഇതൊക്കെ വെറുതെ ഞങ്ങളുടെ ആള് വലിയ നേതാവ് എന്ന് പറയാൻ വേണ്ടി മേനി പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വലിയ മേനി നടിക്കാൻ വേണ്ടി കഴിയുക. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകരുടെ മീറ്റിംഗുകളിൽ പറയാം. പക്ഷെ അതൊന്നും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. അത് ഒരു തരത്തിലും BJPയെ ഏതെങ്കിലും തരത്തിൽ അത് ഭീഷണിപ്പെടുത്തുന്നുമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസല്ല, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ല. കോടതിയിൽ ഒരാൾ പോയിട്ടുള്ള കേസിൽ കോടതി വിചാരണ നടത്തി. നിങ്ങൾ പ്രഗത്ഭന്മാരായിട്ടുള്ള വക്കീലന്മാരെ ഇറക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലനാരിഴ കയറിയിട്ടുള്ള ചർച്ചകളും തെളിവെടുപ്പുകളും എല്ലാം നടന്നല്ലോ. ആ സമയത്തൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതിരുന്ന പ്രശ്നം എങ്ങനെയാണ് വിധി വന്നപ്പോൾ ഉണ്ടാകുന്നത്? അപ്പോൾ വിജയശ്രീലാളിതനായി ഇതാ മോഡി മുഴുവൻ കള്ളന്മാരാണ് എന്ന് പറയാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ തിരിച്ചൊരടി കിട്ടി. ആ അടി കരണത്തായിപ്പോയി എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ സ്വാഭാവികമായും കോടതിയിൽ പരാജയപ്പെട്ടപ്പോൾ അത് BJPയുടെ കാരണം കൊണ്ടാണ് എന്ന് പറയുക. അങ്ങ് ഓർക്കേണ്ടത്, കോൺഗ്രസിന്റെ പ്രതിനിധി ഓർക്കേണ്ടത്, അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് കോടതികളെയും അന്വേഷണ ഏജൻസികളെയും എല്ലാം വിലക്കെടുത്തുകൊണ്ട് BJP കോൺഗ്രസിനെ ഭയപ്പെടുത്താൻ നോക്കുന്നു. 1975 മുതൽ 77 വരെയുള്ള രാഷ്ട്രീയ കാലഘട്ടം, ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥയിലെ കോടതികളുടെയും പോലീസിന്റെയും രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തെയും ഓർത്തുകൊണ്ട് വേണം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന, ഇന്ന് എല്ലാവർക്കും സ്വതന്ത്രമായി സമാധാനപരമായി ജീവിക്കാനും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെന്റ് ലോകോത്തരമായി ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഉറ്റുനോക്കുന്ന ഒരു ഗവൺമെന്റായി നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത് ഞങ്ങളെ പേടിയാണെന്ന്. നിങ്ങളെ ആർക്കാണ് പേടി എന്നുള്ളത് നിങ്ങളൊന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചാൽ മനസ്സിലാകും. ഞങ്ങൾക്കാരെയും ഭയമില്ല. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും ഭയക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഈ നിലക്കാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഗതി എന്താകും എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റികളിൽ ഒന്ന് ചർച്ച ചെയ്യുന്നത് ഭാവി കാലത്ത് കോൺഗ്രസിന് ഗുണകരമാകുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗുണകരമായി ഉപയോഗിക്കാം. അതല്ല ഈ തരത്തിൽ പ്രസ്താവനകൾ നടത്തി കേസുകൾ വാങ്ങി ശിക്ഷ വാങ്ങാനാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. ജനപ്രാതിനിധ്യ നിയമവും ഭരണഘടനയും ക്രിമിനൽ നടപടിച്ചട്ടങ്ങളും എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടാണല്ലോ കോടതി ഈ കേസിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ടാവുക. തെളിവെടുപ്പിന്റെ സമയത്തും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ തെളിവെടുപ്പ് സമയത്ത് അതിന്റെ ക്രോസ് വിസ്താരവും അതിന്റെ സാക്ഷി വിസ്താരവും എല്ലാം ഉണ്ടായിട്ടുണ്ടാവുക. ആ ഘട്ടത്തിൽ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ശ്രീ അനിൽ ബോസ്, താങ്കളുടെ നേതാവിനെ വളരെ നിസ്സാരമായിട്ടാണ് തള്ളിക്കളയുന്നത് BJP. അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരാൾ പോലും അല്ല രാഹുൽ ഗാന്ധി എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? കിരണേ, ഇദ്ദേഹം ഈ ഇരട്ടച്ചങ്കൻ 56 ഇഞ്ചിന്റെ നെഞ്ചളവുള്ള നരേന്ദ്രമോദി, അങ്ങനെ ഒരു 56 ഇഞ്ച് നെഞ്ചളവുള്ള രാഹുൽ ഗാന്ധി എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ പദപ്രയോഗം ഇവിടെ നടത്തിയെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ധരിച്ച് വശാലായിരിക്കുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കുക, രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന സത്യത്തിന്റെ രാഷ്ട്രീയത്തെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യസന്ധമായ വിമർശനങ്ങളെയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയത് എന്റെ തെറ്റല്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്ക് തെറ്റുള്ളത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത് രാജ്യത്തെ ജനങ്ങൾ. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തു, ഇന്ദിരാഗാന്ധിയെ ജയിലിൽ അടച്ചു. ശരിയാണോ? അതല്ലാന്ന് ഞാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പക്ഷെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത്, ഇന്ദിരാഗാന്ധിയാണ് ശരിയെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശരിയെന്നും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും പൂർവാധികം ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യമെമ്പാടും ഉയർന്നത്. രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വന്നത്. അത് മിസ്റ്റർ കൃഷ്ണദാസ് മനസ്സിലാക്കിയിരിക്കണം. കൃഷ്ണദാസ് അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ
ഇവിടെ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞറിയാം. ഞാനും ഒരു വക്കീലായി ഈ ചർച്ചയിലും മറ്റു വക്കീലന്മാരും പങ്കെടുക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് ആർക്കും തർക്കമില്ല. കോടതിയിൽ വരുന്ന സാക്ഷിമൊഴികൾ, വിസ്താരങ്ങൾ, വിമർശനങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ കേൾക്കാം, നമുക്ക് നല്ല കാര്യമാണ്. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അതൊക്കെ കോടതി കാര്യങ്ങൾ കോടതി വഴി നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വളരെ കൃത്യമായിട്ടാണല്ലോ ചോദിച്ചത്. ഓരോ സന്ദർഭം ജസ്റ്റിസ് ലോയയുടെ മരണം അന്വേഷിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അമിത്ഷായ്ക്കെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് ലോയയുടെ മരണത്തെ സംബന്ധിച്ച് സുതാര്യമായ അന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? തയ്യാറാകുമോ? അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കുന്നു, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിൽ സിദ്ദീഖ് കാപ്പൻ മാത്രമാണ് മോചനം കിട്ടിയത്. ബാക്കി 59 ആളുകൾ മാസങ്ങൾ വർഷങ്ങളായി മാധ്യമപ്രവർത്തകർ വിചാരണ കൂടാതെ തടവിൽ കിടക്കാൻ മിസ്റ്റർ കൃഷ്ണദാസ്, താങ്കൾക്ക് എന്താ അതേക്കുറിച്ച് പറയാനുള്ളത്? എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്? ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക എന്തിനാണ് അവരെ കൊല ചെയ്തത്? പറയണ്ടേ? ആർക്കെതിരെ? ഈ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ കൃത്യമായ നിലപാടെടുത്തതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം മണ്ണാൻ കേട്ട ഈ രാജ്യത്തിന് നൽകിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ, ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ? വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ കോൺട്രിബ്യൂഷൻ? നിങ്ങൾക്ക് ഒന്നുമില്ലാന്ന്. നിങ്ങളുടെ ചരിത്രം മാപ്പെഴുതി കൊടുത്ത രാഷ്ട്രീയത്തിന്റെ ചരിത്രമാണ്. അതിന് രാഹുൽ ഗാന്ധി കിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയലാണ്. അതിന് വലിയ ശക്തിയുണ്ട് സാർ, അതിന് വലിയ ശക്തിയുണ്ട്. രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടിന്, രാഹുൽ ഗാന്ധി പറയുന്ന അഭിപ്രായങ്ങൾക്ക്, അല്ലാതെ ഗാട്ടാ ഗുസ്തിക്കല്ല, ഉണ്ടായിരുന്നതിനല്ല, ആസൂത്രിത കൊലപാതകങ്ങൾക്കല്ല, ആസൂത്രിത അതിർത്തി തർക്കങ്ങൾക്കല്ല. നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നെ ചോദിച്ചു ഭാരത് ജോഡോ യാത്രയിൽ എന്ത് തേങ്ങാക്കൊല കിട്ടിയെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് നിങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ കൊണ്ട്, ശക്തമായ പ്രതിഷേധങ്ങൾക്കെതിരെ ഞങ്ങൾ നടത്തിയ സ്നേഹയാത്രയാണത്. അവിടെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ആവാഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതെ, നമ്മൾ നേർക്ക് നേർ മത്സരിച്ചുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്, ഒരു തർക്കവുമില്ല. ഗുജറാത്തിൽ ഞങ്ങൾ തോറ്റു. നമ്മുടെ ത്രികോണ മത്സരമായതുകൊണ്ട് ഞങ്ങൾ തോറ്റത് ഞങ്ങൾക്കറിയാമെന്ന്. ബിജെപിയുടെ ഏജന്റുമാരായി ആം ആദ്മി പാർട്ടി കോടിക്കണക്കിന് രൂപ മേടിച്ചാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഞങ്ങൾക്കറിയാമെന്ന്. ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഗുജറാത്തിൽ ഞങ്ങൾ തോറ്റത് ത്രികോണ മത്സരം കൊണ്ടാണ്. ആ ത്രികോണ മത്സരത്തിന് പണവിനിയോഗം നടത്തി മറ്റൊരു പാർട്ടിയെ, വ്യക്തിയല്ല, ഒരു പാർട്ടിക്ക് വില നൽകിയത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. പകരം ഡൽഹി കോർപ്പറേഷൻ തിരിച്ച് ആം ആദ്മി വോട്ട് ചെയ്തത് നിങ്ങളാണ് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഹിമാചലിൽ ബിജെപി മത്സരിക്കുന്നതിന് വേണ്ടി ആം ആദ്മിയെ സമ്മർദ്ദിച്ചപ്പോൾ അവരോട് തയ്യാറായാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ആ ഗവൺമെന്റ് നഷ്ടമാകുമായിരുന്നു. ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ടെന്ന്. ഇന്ത്യയിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്ക്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എവിടെയാണ് നിങ്ങൾക്ക് മജോറിറ്റി? ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് എവിടെയാണ് മജോറിറ്റി? ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് മജോറിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടത്, വളരെ കൃത്യമായിട്ടുണ്ട്. മേഘാലയയിൽ നിങ്ങൾ ഗവൺമെന്റ് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ ചർച്ചയിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡിബേറ്റ് തുടരുകയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യതയുടെ മുന്നിലോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി നിയമവിദഗ്ധനായ ജെയ്മോൻ ആൻഡ്രൂസിൻ്റെ ാണ് മറുപടി വേണ്ടത്. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസിനെ ജില്ലാ കോടതിയാണ് സമീപിക്കാൻ രാഹുൽ ഗാന്ധി കഴിയുക. ജില്ലാ കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ അതേസമയം തന്നെ അടുത്ത കോടതിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള അവസരമുണ്ടോ? അതോ ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാവുകയാണോ? എങ്ങനെയാണ് അതിൻ്റെ നിയമവ്യവസ്ഥ? ആക്ച്വലി ലോക്സഭാംഗത്വത്തിലെ ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് അതിന്റെ ഒരു വിഷയം. കാരണം ഈ ലില്ലി തോമസ് ജഡ്ജ്മെന്റിന് ശേഷം ഓട്ടോമാറ്റിക് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ഓർഡിനൻസ് വഴി അത് മാറ്റാനുള്ള ശ്രമം പഴയ ഗവൺമെന്റ് വന്ന കാലത്ത് ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നീട് അത് പിൻവലിക്കപ്പെട്ട് അങ്ങനെ മാറിപ്പോയിട്ടില്ല. അതേസമയം ഈ ജില്ലാ കോടതി ഈ വിധി സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ, വിധി സ്റ്റേ ചെയ്യാൻ അതിനും സുപ്രീം കോടതിയിൽ ഒരു കേസ് ഇതിനു മുമ്പ് വന്നിരുന്നു. ലോക് പ്രഹാരി എന്ന് പറയുന്ന ഒരു സംഘടന കൊടുത്ത ഒരു കേസിൽ ഈ വിധി സ്റ്റേ ചെയ്യാൻ പാടില്ല. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഡിസ്ക്വാളിഫിക്കേഷൻ, ഓട്ടോമാറ്റിക് ഡിസ്ക്വാളിഫിക്കേഷൻ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വിധി സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ലോക് പ്രഹാരി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ആ സംഘടനയ്ക്ക് ആ കേസിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ്. അതിന്റെ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. വിധി സ്റ്റേ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട്. അത് ഈ വിധിക്ക് ഈ ലില്ലി തോമസ് ജഡ്ജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിന് എതിരല്ല, അത് വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസിന് എതിരല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും
നമുക്കറിയാം ഏറ്റവും ചെറിയ കോടതി, ആരെയും കോടതിയെ ചെറുതാക്കി പറയല്ല, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും ലോവർ ലെവലിലുള്ള ഒരു കോടതിയിൽ നിന്നുള്ള ഒരു വിധിയാണ്. ആ വിധി കൊണ്ട് ഇത്രയും വലിയൊരു കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ആ വിധി സ്റ്റേ ചെയ്യപ്പെടേണ്ടതാണ്. അഥവാ ശ്രീ ജയമോഹൻ ആൻഡ്രൂസ് അല്ല, ചെറിയൊരു സംശയം കൂടി. അപ്പോൾ നിലവിൽ താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ കോടതി വിധി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി വിധി തൽക്കാലത്തെ 30 ദിവസത്തേക്ക് അത് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയോഗ്യനായി കഴിഞ്ഞോ ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി? അതായത് കൃത്യമായി പറഞ്ഞാൽ അതിനകത്ത് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ലോക്സഭ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് ഏറ്റവും മുന്നിലുള്ള ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ ലക്ഷദ്വീപ് MP-യുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കിരൺ ഓൾറെഡി സെന്റൻസ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് 30 ദിവസം കൊടുത്തിരിക്കുന്നത് അപ്പീൽ. അല്ല, അവിടെ ഒരു പ്രശ്നം, നമ്മളതിന്റെ ഉത്തരവ് കണ്ടിട്ടില്ല. ആ കോടതി സെന്റൻസ് ആണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്, വിധിയല്ല സ്റ്റേ ചെയ്തിട്ടുള്ളത്. വിധി സ്റ്റേ ചെയ്യാൻ പാസ്സാക്കിയ കോടതിക്ക് അധികാരം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. വിധി സ്റ്റേ ചെയ്തിട്ടില്ല, വിധി സ്റ്റേ ചെയ്യാത്ത സ്ഥിതിക്ക് ആരോഗ്യത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ആക്ച്വലി അതിന്റെ ഫോർമാലിറ്റീസ് നടക്കേണ്ടതുണ്ട്, നടന്നിട്ടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ വിധി സ്റ്റേ ചെയ്യപ്പെടുകയാണെങ്കിൽ വരില്ല. കാരണം നമുക്കത് വിധി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആയി എന്നതുകൊണ്ട് വേറെ, അല്ലെങ്കിൽ വിധി സ്റ്റേ ചെയ്യപ്പെടുന്ന അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും, നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും മുന്നിലത്തെ അടുത്ത കാലത്ത് നടന്ന അധികാരമാണ് ലക്ഷദ്വീപ് MP-യുമായി ബന്ധപ്പെട്ട കേസിൽ ഇലക്ഷൻ നടപടികളിലേക്ക്, ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് വളരെ പെട്ടെന്ന് മുൻകാലങ്ങളിൽ ഒരിക്കലും കാണാത്ത വേഗതയിൽ ഇലക്ഷൻ കമ്മീഷനും ലോക്സഭാ സെക്രട്ടേറിയറ്റും ഒക്കെ നീങ്ങുന്ന അറിയിക്കലും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലെ നിയമവഴിയിൽ കൂടെ തന്നെയാണ് ലക്ഷദ്വീപ് MP അത് നേരിട്ടത്. ആ നേരിട്ടുകൊണ്ട് വിധി സ്റ്റേ ചെയ്യപ്പെടുകയും പിന്നീട് അതിന്റെ ഭാഗമായി അതിന്റെ കോൺസിക്വൻഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആ തീരുമാനം ഇലക്ഷൻ നടത്താനുള്ള, അതായത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയും അത് ഇലക്ഷൻ നടത്തുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ അടക്കം പിൻവലിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചില്ല എങ്കിൽ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന വിധി നടപ്പാവുകയാണ്. പിന്നീട് റദ്ദാവാതെ അദ്ദേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വം റദ്ദാവാതെ അദ്ദേഹത്തിന് മുന്നിൽ അവസരമില്ല, അങ്ങനെയാണോ? അല്ല, ജില്ലാ കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ടില്ല, ഈ വിധി സ്റ്റേ ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോക് പ്രഹാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് വിധി സ്റ്റേ ചെയ്യാം. ജനപ്രാതിനിധ്യ നിയമത്തിലെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന സംഗതിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് വിധി സ്റ്റേ ചെയ്യുന്നതിന് തെറ്റില്ല അപ്രോപ്രിയേറ്റ് കേസിൽ എന്നാണ്. ഇതിനേക്കാൾ വലിയൊരു അപ്രോപ്രിയേറ്റ് കേസ് അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഗതിയിൽ നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കേസ് സ്റ്റേ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ നടപടികളിലേക്ക് വീണ്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും ഇലക്ഷൻ നടപടികളിലേക്കൊക്കെ വേണമെങ്കിൽ, കാരണം 1 വർഷത്തിൽ അധികം കാലാവധി ഇനി ലോക്സഭയ്ക്ക് ബാക്കിയുണ്ട്, വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യാം. അത് ചെയ്യുന്നതിനെതിരായി വീണ്ടും രാഹുൽ ഗാന്ധിക്ക് നിയമവഴിയിൽ തന്നെ പോകാം. അതിന് മേലെയും കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. ഹൈക്കോടതിയിൽ പോവാം. ഹൈക്കോടതി ഈ വിഷയങ്ങൾ, അതായത് വിധി സ്റ്റേ ചെയ്യപ്പെടണം അന്തിമമായി എന്നുള്ള രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് അംഗമായി തുടരണമെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും, ഞാൻ നിയമം മാത്രമാണ് പറയുന്നത്, ന്യായമാണോ എന്ന് ചോദിച്ചാൽ വേറെ കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും തീർച്ചയായും വിധി സ്റ്റേ ചെയ്യപ്പെടേണ്ടതുണ്ട്. വിധി സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക, അതായത് ശിക്ഷയിൽ ജാമ്യം, നമ്മുടെ നാട്ടിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞ സംഗതി മാത്രം കൊണ്ട് കാര്യമില്ല. വിധി തന്നെ സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. ശരി, വളരെ വ്യക്തമാണ്. വിധി സ്റ്റേ ചെയ്യപ്പെട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയും അടുത്ത തവണയുള്ള മത്സരിക്കാനുള്ള സാധ്യതയും ഒക്കെ തുലാസിൽ തന്നെ നിൽക്കുമെന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. അല്ല, ഇതിലെന്താ ഇരട്ടത്താപ്പുള്ളത് ശ്രീ കിരൺ? ഒരാൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റ് കണ്ട് കേസ് കൊടുക്കുന്നു, ആ കേസിന്റെ വിചാരണ നടക്കുന്നു. ആ വിചാരണ കേവലം ഒരാളല്ലല്ലോ, ബിജെപിയുടെ മുൻ മന്ത്രിയും ബിജെപിയുടെ MLA-യും ഗുജറാത്തിലെ പ്രധാന നേതാവുമല്ലേ?
അതെ, രാഹുൽ ഗാന്ധിക്കുള്ള അതേ അവകാശം തന്നെ അദ്ദേഹത്തിനുമുണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ള അവകാശം പോലെ തന്നെ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അദ്ദേഹം നിയമപരമായി ഉപയോഗിക്കുന്നു. നിലവിൽ രാഹുൽ ഗാന്ധി ശ്രീ ജയമോഹൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ സെന്റൻസ് മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ആ വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും അപ്പീൽ കൊടുക്കാനുള്ള കാലഘട്ടത്തിൽ സെന്റൻസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ സസ്പെൻഷൻ വരുന്നില്ല. കൺവിക്ഷൻ സസ്പെൻഷൻ വരാത്തിടത്തോളം കാലം അദ്ദേഹം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(3) പ്രകാരം ഉപവകുപ്പ് 3 പ്രകാരം അദ്ദേഹം സ്വാഭാവികമായും ഇന്നു മുതൽ പാർലമെന്റ് അംഗമായിരിക്കാൻ യോഗ്യനല്ല. അപ്പൊ സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമ്പോൾ അതിന്റെ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യപ്പെടാത്തൊരു സാഹചര്യം ജില്ലാ കോടതിയിൽ നിന്നുണ്ടായാൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ഉയർത്തപ്പെട്ടിട്ടുള്ള ആരോപണവും ഹാജരാക്കപ്പെട്ടുള്ള തെളിവുകളുടെയും വ്യാപ്തിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഈസി അല്ല ഇതിൽ ഒരു കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഇനിയുള്ള കാലയളവ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്ന കേസിലെ ഗൌരവം എന്നുള്ളത് അത് വളരെ ഗൌരവമുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനനഷ്ടത്തെ സംബന്ധിച്ച് അത് ക്രിമിനൽ നടപടിക്രമമാണ്. ആ ക്രിമിനൽ നടപടിക്രമത്തിൽ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം അസാധുവായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താങ്കൾ തുടരാം. അത് കറക്റ്റാണ്. അല്ല, അത് യാഥാർത്ഥ്യമാണല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8 ഉപവകുപ്പ് 3 പ്രകാരം അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അത് തടയപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ വിധി സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ നിമിഷം മുതൽ പാർലമെന്റ് അംഗമായിരിക്കാൻ യോഗ്യനല്ല. അതിന് സാധിക്കുകയുമില്ല. 2 വർഷത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(3) വളരെ ക്ലിയർ ആണ് ആ കാര്യത്തിൽ. അതിന് മെയ്ത് നിൽക്കുന്ന ഒരു സുപ്രീം കോടതി വിധിയും നിലവിലെ സാഹചര്യത്തിലില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീ ജയമോഹൻ സൂചിപ്പിച്ചതുപോലെ ആ വിധി സസ്പെൻഡ് ചെയ്യപ്പെടുകയല്ല, കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായും ഒരു താഴെ കോടതിയിലെ വിധിയുടെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് ആ അപ്പീൽ കൊടുക്കാനുള്ള പീരീഡിലേക്ക് സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഇന്നു മുതൽ ഈ നിമിഷം വിധി പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം രാജ്യസഭാംഗം ലോകസഭാംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനോ ആ അംഗത്വം തുടരാനോ അദ്ദേഹത്തിന് കഴിയില്ല. അത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം. ചർച്ചയുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ശ്രീ അനിൽ ബോസ്, താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ നിയമപരമായി ഒരു വലിയ കുരുക്കിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വമടക്കം അസാധുവാകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് മനു അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള സീനിയർ അഭിഭാഷകർ തന്നെയാണ് അത് പറയുന്നതും. എങ്ങനെ താങ്കളുടെ പാർട്ടിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും? ശ്രീ അൽബോസിന്റെ വീഡിയോ കണക്ഷനിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ ജയമോഹൻ ആൻഡ്രൂസിന് ആ വിധിയെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ കൂടി പറയാനുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വേഗത്തിൽ പൂർത്തിയാക്കാം. ഒരു സംഗതി അത് ഈ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ BJP-യുടെ പ്രതിനിധി പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ മാത്രം വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഇത് ശിക്ഷ സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചാണ്. എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഡിഫമേഷൻ കേസിൽ കൊടുത്ത ഒരു പരമാവധി ശിക്ഷ അത് കൃത്യമായി അയോഗ്യതയ്ക്ക് വേണ്ടി കൊടുത്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഒരു ജഡ്ജിയെ അല്ലെങ്കിൽ കോടതിയെ ഒരു ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു ശിക്ഷ സ്വാഭാവികമായ നീതി എന്ന നിലയിൽ അത് സസ്പെൻഡ് ചെയ്യപ്പെടാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനം, കാരണം ഇതിന് 2 വർഷം മാത്രമേ ശിക്ഷയുള്ളൂ. മാത്രമല്ല ഇതിനേക്കാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനേക്കാൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത കേസുകളിൽ പോലും സസ്പെൻഡ് ചെയ്ത് കൊടുത്തുള്ള വിധി സ്റ്റേ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ ഒരുപാട് അഴിമതി കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിലെ ചില കേസുകളിൽ, ക്രിമിനൽ കേസുകളൊക്കെ കൊടുത്തിട്ടുള്ള കേസുണ്ട്. ഇത് ഒരു സിവിൽ നേച്ചറുള്ള, സിവിൽ വ്യവഹാരത്തിന്റെ സ്ഥിതിയിലുള്ള ഒരു ക്രിമിനൽ കേസ് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സസ്പെൻഡ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ സസ്പെൻഡ് ചെയ്ത് നേരത്തെ ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ യോഗ്യത അഭിഷേക് മനു സിംഗ്വിയെ പോലുള്ള വളരെ മുതിർന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതാവ് ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തിനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഒരു അഭിഭാഷകരടക്കം അതിനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനല്ല, മറിച്ച് ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും വലിയൊരു കുരുക്കിന് മുന്നിൽ
പൊസിഷനിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും നിൽക്കുന്നത്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.